Hey guys, what's up? I'm Rithus and you're watching My Entertainment Reality Reels of Rithus. Just sit back and enjoy. ഡിസ്ക്ലെയിമർ, ജീവിതത്തിൽ ഫോൺ വിളിക്കാത്തവരായി ആരുണ്ട്? എല്ലാ മുക്കിലും മൂലയിലും ഫോണാണ് സുഹൃത്തുക്കളെ മെയിൻ. ഹലോ, എന്താണ് എണീറ്റില്ലേ ഇത്ര നേരമായിട്ടും? ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങിയതാ. നീ ഇത്ര നേരമായിട്ട് എണീറ്റില്ലേ? ചോട്ടാസൊക്കെ എന്തേ? എല്ലാവരും ഉറക്കാണോ? എല്ലാവരും പോയി വിളിച്ച് എണീപ്പിക്ക്. സൺഡേ ആയിട്ട് എന്താ പരിപാടി? ഞാൻ പുതിയൊരു പട്ടിക്കുട്ടീനെ കാണിച്ചിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോൾ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എന്താണ് എല്ലാവരും എന്തെടുക്കുക? ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചോണ്ടിരിക്കുക. 2 ഉരുളയും കൂടിയേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് എന്തായിരുന്നു കറി? അയ്യോ, ദിവ്യ ഡിസ്കണക്റ്റ് ആയിപ്പോയല്ലോ. ഞാനേ അവളെയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഗ്രൂപ്പ് കോൾ ചെയ്യാവേ. ഹലോ അമ്മാവ, അമ്മായി, എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലത്തെ ഫ്ലൈറ്റ് ഞാൻ എത്തിയല്ലേ. ഞാൻ രാവിലെ തന്നെ വീഡിയോ കോൾ ചെയ്യാമെന്ന് വിചാരിച്ചതാ. അപ്പം നമ്മൾ തൊടുപുഴയിൽ ചിറ്റപ്പനില്ലേ, വായു വലിച്ച് കിടക്കാമെന്ന് അമ്മ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. പിന്നെ എന്നാണ്ട് വിശേഷം? ക്ഷീണമാണല്ലോ. പിന്നെ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയൊക്കെ തുറന്നോ? ഇല്ലേ? ഒന്ന് തുറക്കുമ്പോൾ എന്നോട് പറയണേ, ഞാൻ വീഡിയോ കോൾ ചെയ്യാം. എന്തൊക്കെ ഉണ്ടെന്ന് കാണാമല്ലോ. ഹലോ അമ്മുമ്മേ, അമ്മുമ്മ പറഞ്ഞ സാധനം ഞാൻ ഉണ്ടാക്കാൻ പോണേ. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുക, കാണാവോ? അമ്മ ഇത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളി ചേർക്കേണ്ടത്? അമ്മുമ്മയല്ലേ പറഞ്ഞ ഞാനൊന്നും ചെയ്യില്ലെന്ന്. അമ്മുമ്മ പറഞ്ഞ സാധനം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ. അമ്മുമ്മേ, കാണുന്നില്ലല്ലോ. അമ്മയുടെ പല്ല് മാത്രമേ കാണുന്നുള്ളൂ. ഫോണൊന്ന് ചരിച്ചു പിടിക്കേ. കട്ടയോ? ദൈവമേ, ഇതിപ്പോ കരിഞ്ഞു പോലോ. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് എന്ത് വെറുപ്പിക്കലായിരുന്നല്ലേ. ദൈവമേ, നമ്മൾ സാധാ ക്ലാസ്സായിരുന്നു, നമുക്ക് ഇടയ്ക്കയിൽ ഉറങ്ങിയെങ്കിലും ചെയ്യായിരുന്നു. എനിക്കാണെങ്കിൽ കണ്ണുവേദന എടുത്തിട്ടും വയ്യ. 1 മണിയായോ? നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? എന്നാൽ നീ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. നാളെ രാവിലെ തന്നെ വിളിക്കാം. എടാ, നീ വിളിച്ചിരുന്നോ? ഫോൺ അപ്പുറത്തായിരുന്നു, ഞാൻ കണ്ടില്ല. എന്തായിരുന്നു വിളിച്ചേ? 7 മിസ് കോളോ? തിരിച്ച് വിളിക്കണം. ഹലോ, ഞാൻ അതില്ലായിരുന്നേ. മിസ് കോള് കണ്ടായിരുന്നു. എന്നെ വിളിച്ചായിരുന്നോ? നമ്മുടെ തോമാസിന്റെ അമ്മച്ചി മരിച്ചുപോയി. അയ്യോ, എപ്പോ? എന്നെ പറ്റിയതാ? അത് കഴിഞ്ഞ മാസമായിരുന്നല്ലോ. ഞാൻ അന്ന് വിളിച്ചത്, എന്നിട്ട് ഇപ്പോഴാണോ തിരിച്ചു വിളിക്കുന്നത്? പുള്ളിക്കാരുടെ അടക്കം കഴിഞ്ഞു, അടിയന്തരം കഴിഞ്ഞു. സോറി കേട്ടോ, ഞാൻ ഫോൺ കേടായിരുന്നു, കോള് കണ്ടില്ല. എൻ്റെ ജോസേട്ടാ, ഞാൻ മറന്നിട്ടല്ല. എനിക്കറിയാം, എല്ലാ മാസം 5-ാം തീയതി എന്നുള്ളൊരു തീയതി ഉള്ളപ്പോൾ ഞാൻ വിളിച്ച് പിന്നെ ഒരു അവധി പറയുന്നല്ലേ. എനിക്ക് ഓർമ്മയുണ്ടെന്നേ, ചിട്ടി പൈസ അടയ്ക്കണം എന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇതിപ്പോൾ ശമ്പളം കിട്ടാതെ ഞാൻ എന്നാ ചെയ്യാനാ? 100 കൂട്ടം കാര്യങ്ങളില്ലേ. അല്ലാണ്ട് ജോസേട്ടനെ പറ്റിക്കാനായിട്ട് എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പറയട്ടെ, അത് ഞാൻ കൃത്യമായിട്ട് അടയ്ക്കാന്നേ. ഇല്ല, ശമ്പളം വന്നാൽ അപ്പം തന്നെ അന്ന് തന്നെ ഞാൻ അടച്ചേക്കാം. ഇല്ല, ഇനി ജോസേട്ടനെ വിളിക്കണമെന്നേ ഇല്ല. ഇനി പൈസ ആവുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ. ശമ്പളവും വന്ന് പുതിരി തീരുകയും ചെയ്തു. ഞാനിപ്പോൾ ചിട്ടി പൈസ ഇവിടെ നിന്ന് ഉണ്ടാക്കും. അതെ സർ, ഞാൻ അതാണ് പറഞ്ഞത്. ഞങ്ങളുടെ കമ്പനിയിൽ സാർ ഒരു പ്രോജക്റ്റ് ഏൽപ്പിക്കുമ്പോൾ സാറിന് അത്രയ്ക്ക് വളരെ ലൈറ്റ് ഹാർട്ടായിട്ട് വീട്ടിൽ വെയിറ്റ് ചെയ്യാം. കാരണം ഞങ്ങൾ അത്രയ്ക്ക് റെസ്പോൺസിബിലിറ്റിയോട് കൂടിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സാറിന് ഞങ്ങളെ വിശ്വസിക്കാം. കാരണം ഇനി ഒരു പ്രോജക്റ്റ് സാർ എന്തെങ്കിലും വരുമ്പോൾ പിന്നെ ഞങ്ങളുടെ കമ്പനിയുടെ പേര് മാത്രമേ സാറിന് മനസ്സിലോട്ട് വരുള്ളൂ. ഞങ്ങൾ അത്രയ്ക്ക് വിശ്വാസത, അത്രയ്ക്ക് റെസ്പോൺസിബിലിറ്റിയോട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സാറിന് ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യും സാർ. അപ്പോൾ അതൊന്ന് മെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇൻവോയ്സ് അയച്ചു തരാം. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഫോർവേഡ് ചെയ്യാമായിരുന്നു.
കോഴ്സ് ഞങ്ങളുടെ കമ്പനിയുടെ പ്രത്യേകത ഏതാണ്? ഞങ്ങൾ 100% കസ്റ്റമർ കെയർ, അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത പോലും, ഞങ്ങളുടെ ഒരു മോട്ടോ ആണ്. ഷുവർ യെസ് സാർ. ഞങ്ങളുടെ എത്ര നല്ലൊരു കസ്റ്റമർ ആയതുകൊണ്ട് ഞങ്ങളൊരു 10% ഓഫ് സാറിന് എന്തായാലും തരുന്നുണ്ട്. ഓക്കെ സാർ, ഷുവർ. ഓക്കെ ഞാനിപ്പോൾ തന്നെ മെയിൽ ചെയ്യാം. ക്ഷമിക്കണം, കമ്പനി ഇങ്ങനെയൊന്നുമല്ല, പറയാണ്ടിരിക്കാൻ പറ്റിയല്ലോ, എൻ്റെ കഞ്ഞൂടിയല്ലേ. ഹലോ സാർ. സാർ ഗുഡ് മോർണിംഗ്. സാർ ഞാൻ പ്രോജക്റ്റ് അത് ഇന്ന് അയക്കാം സാർ, കാരണം അത് 90% ആയിട്ടുണ്ട്. 90% ആയിട്ടുണ്ട്. അത് മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻബോക്സിൽ ഒരുപാട് മെയിലുണ്ട്. സാർ ഐ തിങ്ക് അതിൽ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. സാർ ഞാൻ അല്ല സാർ, അത് സാർ എന്നെ ചീത്ത വിളിച്ചിട്ട് സാർ എങ്ങനെ അൺപാർലമെൻ്ററി ആയിട്ട് വേർഡ്സ് അല്ല പാർലമെൻ്റ് അല്ല സാർ, പാർലമെൻ്റ് അല്ല, ഞാൻ സാർ ഞാൻ രാഷ്ട്രീയം പറഞ്ഞല്ല, ഞാൻ അൺപാർലമെൻ്ററി ഞാൻ അതല്ല സാർ, അസഭ്യം പറയരുതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു. സാർ നാട്ടിയതല്ല, അസഭ്യം എന്ന് പറഞ്ഞതാ. യാ ടോട്ടലി എൻ്റെ മിസ്റ്റേക്ക്. യെസ് സാർ, യെസ്. ഹലോ അത് തൻ്റെ കൺട്രോൾ. ഹലോ സാറേ, എൻ്റെ പേര് അന്തു എന്നാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വിളിക്കുന്ന ഒരാളാണ്. അയ്യോ, വിശേഷം പറയാൻ വേണ്ടി വിളിക്കുന്നൊന്നുമല്ല. ഒരു 2 വർഷം മുമ്പ് നിങ്ങളൊരു സാധനം തന്നു വിട്ടായിരുന്നല്ലോ, ഒരു വാഷിംഗ് മെഷീൻ. അതിന്റെ വിശേഷം പോലും ഇതുവരെ പറഞ്ഞു തീർന്നിട്ടില്ലോ ഞാൻ. കഴിഞ്ഞ ലാസ്റ്റത്തെ 2 തവണ വിളിച്ച് നിങ്ങളത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. നമ്മുടെ ഈ തുണി അഴുക്ക് കളയാൻ വേണ്ടിയാണ് സാധാരണ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഇട്ടിട്ട് എടുക്കുമ്പോഴാണ് ലോകത്തുള്ള എല്ലാ അഴുക്കും കൂടി തുണി കയറി പിടിക്കുന്നത്. ആരോടാ പരാതി പറഞ്ഞത്? 2 അയ്യോ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല. ലാസ്റ്റത്തെ 2 പേര് നിങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല, ഒന്നും പറയണ്ട. ഇതിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുതിയ 2 അസുഖം കൂടി തുടങ്ങിയിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. നിങ്ങളെ തന്നു വിട്ട സമയത്ത് എന്നായിരുന്നു നമ്മുടെ സൗണ്ട്, ഇത് ഓണാക്കുന്ന സമയത്ത് ഇപ്പൊ നല്ല നീളത്തിൽ സൗണ്ട് ആയിട്ടുണ്ട്. പിന്നെ വേറെയും കൂടി തുടങ്ങിയിട്ടുണ്ടേ. ഒന്നുകിൽ നിങ്ങൾ മാറത്തില്ലേ, നിങ്ങൾ ഇങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് വേണ്ട, ഞാൻ അങ്ങോട്ട് പറയാം. ഒന്നുകിൽ നിങ്ങൾ മാറത്തില്ലേ, അല്ലെന്നുണ്ടെങ്കിൽ വന്ന് എടുത്തിട്ട് സർവീസ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സർവീസ് ചെയ്യാൻ കൊണ്ടുവന്ന് ഒരാഴ്ച എൻ്റെ തുണി ഞാൻ എന്നാ ചെയ്യണത്, ആരക്കണം എന്നുള്ളതിൽ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കണം. നമ്മുടെ കാര്യം ഞാൻ ഹലോ KCB അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ കോഡ് എടുക്കാനൊക്കെ അറിയാല്ലേ? ജില്ലാ കളക്ടർക്കില്ലോ ചേട്ടാ ഇത്രയും ചാള. എത്ര ദിവസമായി ഞാൻ വിളിക്കുന്നു, രാവിലെ തൊട്ട് കറണ്ട് ഇല്ല, ഒരു ദിവസം പോയി. അയ്യോ, ഞങ്ങൾക്ക് IPL ഹൈലൈറ്റ്സ് കാണുന്ന ഓൺലൈൻ ക്ലാസ് ഇവിടെ അമ്മച്ച് തേങ്ങ അരച്ചല്ലോ ഉച്ചയ്ക്ക് ചോറിന്. എന്തൊക്കെ പണികളുണ്ടെന്നറിയോ? ഇവിടെ ഒട്ടപ്പുറത്തെ പറമ്പിൽ ഒരു പോസ്റ്റ് കൊണ്ടേ വെച്ചിരിക്കുന്ന അപ്പൂപ്പന്റെ പല്ലിനില്ല ഇത്രയും ആട്ടം, അതുകൊണ്ട് വല്ല പാലം കിട്ടാൻ ഉപയോഗിക്കും. അയ്യോ നിങ്ങൾ ഇങ്ങോട്ട് ഡയലോഗ് ഒന്നും അടിക്കണ്ടേ? ഒരു 1/2 മണിക്കൂറിന് ഇവിടെ കറണ്ട് വന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അയ്യോ പറിച്ചു കേട്ടാ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കറണ്ടൊന്നും അല്ല, ഞങ്ങളുടെ മുല്ലപ്പെരിയാറിന് കൊണ്ടുവരുന്ന കറണ്ട് തന്നെയല്ലേ? ഞാൻ 1 തരം മലയാളിയാണ്. നിങ്ങൾ തമിഴ്നാട്ടുകാരോട് സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കുന്നത്. ഇത് ഹോട്ടൽ മിൻമിനി അല്ലേ? ചേട്ടാ, ഞങ്ങളിത് കാണാതെ കിടക്കുന്ന സാധനമൊന്നും അല്ല കേട്ടോ ഈ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ. അല്ല, നിങ്ങളെ കുറച്ച് കപ്പ ബിരിയാണി നാരങ്ങാവെള്ളം ഓർഡർ ചെയ്തപ്പോൾ സാധനമൊക്കെ ഇവിടെ കൊടുത്തു വിട്ടു, ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ തുറന്നതാ, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ. ഇതിൽ ഈ കപ്പ ബിരിയാണിയിൽ വത്തലമുളക് എന്ന് പറഞ്ഞൊരു സാധനം എവിടെയാ എൻ്റെ പൊന്നു ചേട്ടാ? നിങ്ങൾ മനുഷ്യനെ കളിയാക്കാൻ വേണ്ടി പോലും ഇതൊന്നും ചെയ്യല്ലേ? എന്നോട് ചെയ്തിരിക്കട്ടെ, വേറെ ആരോടും ചെയ്യല്ലേ? കപ്പ ബിരിയാണിയിൽ വത്തലമുളക് ഇല്ലാതെ കപ്പ ബിരിയാണി ആവൂ എൻ്റെ പൊന്നു ചേട്ടാ? കപ്പയും ബീഫും പോലും ഇല്ലെങ്കിൽ ഞാൻ സഹിച്ചേനെ, പക്ഷെ വത്തലമുളക് ഇല്ലാത്ത കപ്പ ബിരിയാണി പറ്റത്തില്ല. പിന്നെ അതുപോലെ നാരങ്ങാവെള്ളം നിങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങൾ നാരങ്ങാവെള്ളം കൊടുത്ത് വിട്ടിരിക്കുന്നത് 2 ടീസ്പൂൺ നാരങ്ങാവെള്ളത്തിന് 20 രൂപയാണ്. എനിക്ക് വീട്ടിൽ കലക്കി കുടിക്കത്തില്ല. ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കി തരുന്ന സാധനം തന്നെ ഞങ്ങൾ കുടിക്കുന്നതാണ്. അവർക്ക് 10 പൈസ കൊടുക്കണ്ട. നിങ്ങൾക്ക് ഈ പൈസയിൽ നിന്നിട്ട് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ച് തിന്നാൻ എനിക്ക് വല്ല വട്ടമുണ്ടോ? ഒന്നും ഇങ്ങോട്ട് പറയണ്ട. നിങ്ങൾ ഇത് വന്ന് എടുത്തിട്ട് പോകും, ഞാൻ അങ്ങോട്ട് കൊണ്ടെത്തരണം. ഇത് മാത്രം എനിക്കറിഞ്ഞാൽ മതി. എടി ഫേസ്ബുക്കിൽ കണ്ടായിരുന്നോ നീ നിനക്ക് അയച്ചു തന്നത്? ഞാൻ കണ്ടുപോലും ഇല്ലടി. നിന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഓ സമാധാനായി. വിചാരിച്ച അവളെ നമ്മള് കല്യാണം വിളിച്ചു കഴിഞ്ഞോ അവളുടെ കല്യാണം നമ്മള് ഞാൻ അവളുടെ കല്യാണത്തിനൊന്നും പോ. ഇതെന്തുവാ ഇത്? വീട്ടിലോ ചെവിതല്ലായിരുന്നല്ലേ, ഈ വണ്ടിക്കകത്ത് കയറിയാൽ ഇച്ചിരി സമാധാനം തന്നൂടെ? എന്റെ നെറ്റ് തീരാറായി, ഒന്ന് ചെക്ക് ചെയ്യാവോ മെയിൽ വന്നോന്നൊന്ന്? ഞാൻ ഇപ്പൊ പറയാം. പൊന്നു അന്ന ഫിലിപ്പ് 1@gmail.com. ഓക്കെ, പാസ്വേഡ് സ്വീറ്റ് പൊന്നു 1234. എടി എന്റെ പാസ്വേഡ് എവിടെ ലീക്ക് ആവരുത് കേട്ടോ. ഹലോ, അമ്മ രാവിലെ
എനിക്ക് എന്താന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ചെലവ് വേണം. പെണ്ണല്ലേ ഉണ്ടായേ, എന്തായാലും ചെലവ് വേണം. ആ ചേച്ചി ഞാൻ വിളിക്കാവേ. ശരി. പൊന്നുവേ, ആർക്ക് പെങ്കൊച്ചുണ്ടായ കാര്യ? ഞാൻ അപ്പുറത്തൊന്നും ചേട്ടാച്ചും വരുമായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയായിരുന്നു. അത് ശരി. ചേട്ടാ കാത്തിരുന്നിട്ടാണെങ്കിലും അവർക്ക് പെങ്കൊച്ചിനെ കിട്ടിയല്ലോ, ദൈവം അനുഗ്രഹിച്ചു. അയ്യോ, ആ ചേച്ചി പ്രസവിച്ചൊന്നുമില്ല. പിന്നെ ആരാ? ആ ചേച്ചിയുടെ വീട്ടിലെ ഒരു പശു വെച്ച കാര്യം പറയുമായിരുന്നു ഞങ്ങള്. ഹലോ, ഗുഡ് മോർണിംഗ് ബേബി. എഴുന്നേറ്റില്ലേ? ഇന്നലെ പറഞ്ഞതാണല്ലോ കിടക്കാൻ നേരം നമ്മൾ രാവിലെ ഒരുമിച്ച് എഴുന്നേക്കണമെന്ന്. എന്നാലല്ലേ ഒരുമിച്ച് പല്ല് വെക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇന്നലെ ബ്രഷിൽ പേസ്റ്റൊക്കെ തേച്ച് വെച്ചേക്കുക. എഴുന്നേക്ക്, പല്ല് വെക്കണ്ടേ? വാന്ന് പല്ല് വെക്കാം. എഴുന്നേക്ക്, പല്ല് വെക്കണ്ടേ? വാന്ന്. ഹലോ സൂസി ആന്റി, എന്നാ ഉണ്ട്? എന്നാ ഇപ്പൊ കൂടി ആന്റിയുടെ കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അവരോട്ട് ഫുള്ള് വീട്ടിലെ പണി ചെയ്യുമായിരുന്നു. ഇപ്പൊ തറ അടിച്ചോണ്ടിരുന്നപ്പോഴാ ആന്റിയുടെ കോള് കണ്ടേ, അതാ എടുക്കാൻ വൈകിയേ. എന്നാ വിശേഷിച്ച്? സപ്ലിയോ? ആർക്ക്? എനിക്കോ? അയ്യോ, ആരാ ഇതൊക്കെ ആന്റിയുടെ അടുത്ത് പറയുന്നത് ഇങ്ങനൊക്കെ? അമ്മൂസോ? അയ്യോ ആന്റി ചുമ്മാ പറയുന്നതാ. എനിക്കല്ലേ ക്ലാസ് ഫസ്റ്റ്. അല്ലെങ്കിൽ തന്നെ ആന്റി ഇതൊക്കെ കേട്ടിട്ട് എന്നെ വിളിച്ചു ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആന്റിക്ക് അറിയാൻ പാടില്ല എന്നെ. പറയുന്നവരെ സമ്മതിക്കണം. അതെ ആന്റി, അതെ മറ്റേ സപ്ലിയുടെ കാര്യം എന്റെ അമ്മയോട് ചോദിക്കണ്ട കേട്ടോ. ഞാൻ ഇത്രയും പഠിച്ച് നല്ല ഇതായിട്ട് നിന്നിട്ടും എന്നെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ എന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാലേ അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും. പിന്നെ അമ്മ എന്റെ കരച്ചിലാവും. പിന്നെ എനിക്കത് കാണുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കങ്ങ് ഫുഡ് പോലും ഇറങ്ങത്തില്ല അമ്മയുടെ സങ്കടം കണ്ട. അതുകൊണ്ടാ ചോദിക്കണ്ടെന്ന് പറഞ്ഞേ. ഹലോ രമ്യ, എന്താടി വിളിച്ചേ? ഞാനിവിടെ ഫ്രണ്ട്സിന്റെ കൂടെ ബാഡ്മിന്റൺ കളിച്ചോണ്ടിരിക്കായിരുന്നു. ജോലിയോ? എവിടെ? എനിക്ക് 3-4 കമ്പനിന്ന് ഓഫർ ലെറ്റർ ഒക്കെ വന്നാണല്ലോ. പിന്നെ ഞാനിപ്പോ ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് വിചാരിച്ചു. വീട്ടിൽ എന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ പേര് ഒരു ഡിഗ്രി ഒക്കെ എടുത്ത് വെക്ക്, വീട്ടിൽ കുറെ കാശുണ്ടല്ലോ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അവന്റെ സാലറി ഒന്നും അതിന് നീ മേടിച്ചോണ്ട് വീട്ടിലേക്ക് ഒന്നും കൊണ്ട് കൊടുക്കണ്ട, ഇഷ്ടംപോലെ പൈസ തന്നോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ചാളിങ്ങനെ അടിച്ചു വിളിച്ച് നടക്കാന്നുള്ള പ്ലാനില്ല. പിന്നെ ഞങ്ങളുടെ അമേരിക്കയിലുള്ള ആന്റി കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങോട്ട് പോയോ, അവിടെ വന്ന് കുറച്ച് ദിവസമൊക്കെ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിലപ്പോൾ 1 ഇയർ പോയി ആന്റിയുടെ കൂടെ നിൽക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ജോലിക്ക് കയറിയിട്ട് ഇപ്പൊ എന്നാത്തിനാണ്. ഇപ്പൊ ചെറിയ പ്രായമല്ലേ, അപ്പൊ നമ്മൾ അടിച്ചു വിളിച്ച് നടക്കണമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ചില്ലായിട്ട് നടക്കാന്നുള്ള പരിപാടിയിലാണ്. തുണി വിരിച്ചിട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് മീൻ പറ്റടി. അതോ?
അമ്മയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സെർവന്റ് വെളി കൂടെ വെറുതെ നടക്കും. അപ്പൊ ആണെന്നുണ്ടെങ്കിൽ മീൻ വന്ന് വെട്ടാൻ പറഞ്ഞതാ, അത് തുണി വിരിച്ചിടാൻ പറഞ്ഞിട്ടേ. ഓ ഇവിടെ എന്നാ വിശേഷം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഒരു ചെറിയ വിശേഷമുണ്ട്. ഞാനായി ഫോൺ 11 Pro എടുത്തു. ഫോൺ ഇപ്പൊ കൊണ്ടുവന്ന് അത് പൊട്ടിച്ച് ഞാൻ സിം ഇട്ടിട്ട് ആദ്യം വിളിക്കുന്നത് നിന്നെയാ. ആന്ന് ഞാൻ കോളേജിൽ വേറെ ആരോടും പറഞ്ഞില്ലേടി, എല്ലാം കുശുമ്പുള്ളവരാണ്. എന്നാത്തിനാ പറയുന്നേ? ഞാൻ നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നീ മനസ്സിൽ വെച്ചാ മതി, ആരോടും പറയണ്ട കേട്ടോ. ഫോൺ അടിപൊളിയാണോന്നോ നീ ഒന്ന് കാണണം. അതെന്നാന്നറിയാവോടി, അന്ന് ഞാനാണ് ആ ചെറിയ സെറ്റും കൊണ്ട് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഈ പൊങ്ങച്ച കാണിക്കുന്നത് ഇഷ്ടമേ അല്ല. ഇത് നമുക്ക് അത്യാവശ്യത്തിന് എന്തോ ആരെങ്കിലും വിളിക്കണം, പിന്നെ എന്തൊരു അത്യാവശ്യം ഒരു മെസ്സേജ് അയക്കണം, അതിനൊരു സാധാരണ ഫോൺ പോരെ. അതുകൊണ്ടല്ലേ ഞാൻ എടുക്കാഞ്ഞേ. പിന്നെ എല്ലാവരും ഇങ്ങനെ വീട്ടുകാരൊക്കെ പറഞ്ഞു നീ മാത്രം എന്താ, ഞങ്ങൾക്ക് പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ ഇതിൽ എന്നെക്കാട്ടും നല്ല സ്മാർട്ട് ഫോൺ അവയിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ മാത്രം ഇങ്ങനത്തെ ഒരു സെറ്റ് കൊണ്ട് വന്നപ്പോ അവര് പറഞ്ഞു നീ ഒന്നും ഇല്ലാത്തവർക്ക് അന്ന് പറയത്തില്ലേ നീ ഒരു ഫോൺ വാങ്ങാൻ. അപ്പൊ പിന്നെ ഞാനങ്ങ് കുറച്ചില്ല, iPhone 11 Pro തന്നെ എടുത്തു. ഹലോ, യെസ്, നിങ്ങൾക്ക് ഇപ്പൊ എന്റെ മുഖത്ത് കാണാൻ പറ്റുന്നില്ലേ? സന്തോഷിക്കാൻ പറ്റുന്നില്ലേ? ഇല്ലേ? ഡോണ്ട് യു? യെസ്, ഞാനത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ പതിവിനും വിപരീതമായി നമ്മളൊരു വെറൈറ്റി ട്രൈ ചെയ്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്ന എല്ലാവരും തന്നെ വീഡിയോ ക്രിയേഷൻ ഭയങ്കര പാഷനായിട്ട് കൊണ്ട് നടക്കുന്നവരാണ്. സ്നേഹം ഒഴികെ ബാക്കി എല്ലാവർക്കും യൂട്യൂബ് ചാനലും ഉണ്ട്. അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, ഓക്കെ അങ്ങനെ കുറച്ച് പേരെ കൂട്ടി ഒരു കൊളാബ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചോദിച്ചപ്പം ആരും തന്നെ മടി പറഞ്ഞില്ല, എല്ലാവരും റെഡിയായി വേഗം തന്നെ എൻ്റെ വലിയ സമയമൊന്നും ഇല്ലായിരുന്നെങ്കിലും വീഡിയോ ഒക്കെ ചെയ്ത് അയച്ചു തന്നു എല്ലാവരും. അപ്പോൾ എ ബിഗ് ഷൗട്ട് ഔട്ട് ആൻഡ് താങ്ക്സ് ടു ആരി ചേച്ചി, അതുല്യ, പൊന്നു ചേച്ചി, സ്നേഹ, RJ ഷെൽവിൻ ആൻഡ് RJ അന്തു. ഇവർ 6 പേരാണ് ഇന്ന് നമ്മുടെ കൂടെ വീഡിയോയിലുണ്ടായിരുന്നത്. അവരുടെ എല്ലാം ചാനൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി ചെക്ക് ചെയ്യണം. കാരണം എല്ലാവരും തന്നെ അമേസിങ് വീഡിയോ ക്രിയേറ്റേഴ്സാണ് എല്ലാവരും തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് കിട്ടിയൊരു ഐഡിയ ആണ്. ഇവരെല്ലാം എഗ്രി ചെയ്യുകയും ചെയ്തു, നോക്കിയിട്ട് വേഗം സെറ്റാക്കിയൊരു വീഡിയോ ആണ്. ബട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ. എനിവേ താങ്ക് യു സോ മച്ച്. നമ്മൾ ഇനിയും ഒരുപാട് വീഡിയോസും ഐഡിയാസും ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിഗ് ഫാറ്റി ഫാമിലിയാണ്. 5 ലക്ഷം ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് ആരെങ്കിലും ഞാനത് എക്സ്പെക്റ്റ് ചെയ്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ, ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതല്ല. ഒരിക്കലും ഇങ്ങനെ നമ്മളൊരു വലിയ ഫാമിലി ഓർന്നത് ഞാൻ ഓർത്തല്ല. ബട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, എൻ്റെ ഒന്നും അല്ലായിരുന്നപ്പോൾ തൊട്ട് ഇതുവരെ എൻ്റെ ഒപ്പം നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ പോണേനും എല്ലാവരും ഇവരുടെ ചാനലൊന്നും കയറി നോക്കണം കേട്ടോ. എല്ലാവരും തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അവരോട് ഇനി ഞാൻ താങ്ക് യു പറഞ്ഞാൽ തന്നെ ഓടിച്ചിട്ട് തല്ലുമായിരിക്കും. സോ അവർക്കിനി താങ്ക് യു ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.